നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ കാൾ മാർക്സിന്റെ തിയറികളാണ് ചർച്ച ചെയ്തത്, അല്ലേ? ഇന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് സോഷ്യോളജിയിലെ മറ്റൊരു പ്രധാനിയായ ടാൽകോട്ട് പാഴ്സൺസിന്റെ സിക് റോൾ എന്ന ആശയത്തിലേക്കാണ് കടക്കുന്നത്. ഇത് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ഈ തിയറിയുടെ ഓരോ ഭാഗവും വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ യൂണിറ്റിന്റെ നോട്ടുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് കഴിക്കുന്നതിനോടൊപ്പം ആ നോട്ടുകളും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോയിന്റുകൾ ഓർത്തുവെക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊന്ന് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ശരി, അപ്പോൾ ഈ സിദ്ധാന്തം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 5 ഘട്ടങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന തത്വമായ ഫങ്ഷണലിസം എന്താണെന്ന് നോക്കും. പിന്നെ ഡോക്ടർമാരുടെയും രോഗികളുടെയും സാമൂഹികമായ റോളുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കും. അതിനുശേഷം ഈ സിദ്ധാന്തത്തിൻ്റെ പരിമിതികൾ, അതായത് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കും. അവസാനം പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു കിടിലൻ ഉത്തരം എഴുതാം എന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. റെഡി? അപ്പോൾ നമുക്ക് തുടങ്ങാം. ടാൽകോട്ട് പാഴ്സൺസിന്റെ ഈ സിക് റോൾ എന്ന ആശയത്തിന്റെ അടിത്തറയെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ആ ഫൗണ്ടേഷൻ എന്താണ് എന്നൊന്ന് ഉറപ്പിക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫങ്ഷണലിസം സമൂഹത്തെ നോക്കിക്കാണുന്നത് ഒരു മനുഷ്യ ശരീരം പോലെയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും, അതായത് ഹൃദയം, ശ്വാസകോശം, തലച്ചോറൊക്കെ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ശരീരം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ടു പോവുകയുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ് സമൂഹവും. കുടുംബം, വിദ്യാഭ്യാസം, സാമ്പത്തിക രംഗം, ആശുപത്രികൾ ഇതെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സമൂഹം സുസ്ഥിരമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനം എന്താണ്? സോഷ്യൽ ഓർഡർ അഥവാ സാമൂഹിക ക്രമം നിലനിർത്തുക എന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച മാർക്സിന്റെ തിയറിയിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസം? ഓർക്കുന്നുണ്ടോ? മാർക്സ് സമൂഹത്തെ കണ്ടത് ഒരു സംഘർഷത്തിന്റെ വേദിയായിട്ടാണ്, ക്ലാസ് സ്ട്രഗിൾ. എന്നാൽ പാർസൺസ് അതിനെ കാണുന്നത് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ്. അതുകൊണ്ടുതന്നെ ആരോഗ്യമെന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. കാരണമെന്താ? ഒരാൾക്ക് രോഗം വന്നാൽ അയാൾക്ക് ജോലിക്ക് പോകാനോ മറ്റ് സാമൂഹിക കടമകൾ ചെയ്യാനോ കഴിയില്ല. അത് ആ സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കും. അങ്ങനെയെങ്കിൽ ഈ സാമൂഹിക ക്രമം ഒന്നും തകരാതെ സൂക്ഷിക്കുന്നതിൽ ഡോക്ടർമാരുടെ റോൾ എന്താണ്? പാർസൺസിന്റെ സിദ്ധാന്തത്തിൽ ഡോക്ടർമാർ വെറും അസുഖം മാറ്റുന്നവരല്ല, അവർ ഈ സാമൂഹിക ക്രമത്തിന്റെ കാവൽക്കാരാണ്, ഗേറ്റ് കീപ്പർമാരാണ്. ഇതാണ് പാർസൺസിന്റെ തിയറിയിലെ ഒരു കിടു പോയിന്റ്. അദ്ദേഹം രോഗത്തെ കാണുന്നത് വെറുമൊരു ബയോളജിക്കൽ പ്രശ്നമായിട്ടല്ല, മറിച്ച് ഒരു സോഷ്യൽ ഡീവിയൻസ് അഥവാ സാമൂഹിക വ്യതിചലനമായിട്ടാണ്. കാരണം എന്താ? രോഗം ഒരു വ്യക്തിയെ അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്ന്, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു. അപ്പോൾ ഈ വ്യതിചലനത്തെ നിയന്ത്രിക്കുന്ന ആളാണ് ഡോക്ടർ. ആരാണ് ശരിക്കും രോഗി, ആരാണ് പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഭിനയിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ഒഫീഷ്യൽ പവർ ഡോക്ടർക്കാണ് സമൂഹം നൽകുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു ഡോക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട 4 ഗുണങ്ങൾ. 1. യൂണിവേഴ്സലിസം. അതായത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണണം. 2. അഫക്റ്റീവ് ന്യൂട്രാലിറ്റി. രോഗിയോട് പേഴ്സണലായിട്ടൊരു അടുപ്പമോ ദേഷ്യമോ ഒന്നും പാടില്ല. വികാരങ്ങൾക്കപ്പുറം പ്രൊഫഷണലായിരിക്കണം. 3. കളക്റ്റീവ് ഗുഡ് ഓറിയന്റേഷൻ. സ്വന്തം ലാഭത്തേക്കാൾ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. 4. ഫങ്ഷണൽ സ്പെസിഫിസിറ്റി. രോഗിയുടെ അസുഖം എന്താണോ അതിൽ മാത്രം ശ്രദ്ധിക്കുക, അവരുടെ മറ്റ് സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഓക്കെ, ഡോക്ടറുടെ റോൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ യൂണിറ്റിന്റെ ഹൃദയഭാഗത്തേക്ക് വരാം. സിക് റോൾ അഥവാ രോഗിയുടെ പങ്ക്. ഇതെന്താണെന്ന് വെച്ചാൽ, അസുഖം വരുമ്പോൾ ഒരാൾക്ക് സമൂഹം താൽക്കാലികമായി നൽകുന്ന ഒരു പ്രത്യേക സ്റ്റാറ്റസാണ്. പക്ഷെ ഇതിന് ചില നിയമങ്ങളും വ്യവസ്ഥകളുമൊക്കെയുണ്ട്. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ മൃഗങ്ങൾ പെരുമാറുന്നതും മനുഷ്യർ പ്രവർത്തിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ അറിയണം. മൃഗങ്ങൾ പൊതുവെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാണ് പ്രതികരിക്കുന്നത്. പക്ഷേ മനുഷ്യരങ്ങനെയല്ല. നമ്മൾ ഓരോ സാഹചര്യത്തെയും വ്യാഖ്യാനിച്ച് അതിനൊരു അർത്ഥം നൽകിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അസുഖം വരുമ്പോൾ ഏത് ആശുപത്രിയിൽ പോകണം, ഏത് ഡോക്ടറെ കാണണം എന്നതൊക്കെ നമ്മുടെ അറിവും വിശ്വാസവും അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് W.I. തോമസ് പറഞ്ഞത്, ഒരു കാര്യം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതിൻ്റെ ഫലങ്ങളും യാഥാർത്ഥ്യമായിരിക്കുമെന്ന്. മെഡിസിൻ എന്ന് പറയുന്നത് 100% സയൻസ് ആണോ? അല്ലെന്നാണ് പാർസൺസ് പറയുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പ്ലാസിബോ ഇഫക്റ്റ്. കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഗുളികയിൽ ശരിക്കും മരുന്നൊന്നുമില്ലെങ്കിലും ഇത് കഴിച്ചാൽ അസുഖം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞ രോഗിയെ വിശ്വസിപ്പിച്ചാൽ പലപ്പോഴും അസുഖം ഭേദമാകാറുണ്ട്. ഡാനിയൽ മോർമാൻ ഇതിനെ മീനിങ് റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്.
അതായത് ആ ഗുളികയുടെ നിറം, ഡോക്ടറുടെ സംസാരം, ആശുപത്രിയുടെ അന്തരീക്ഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം രോഗം മാറുന്നതിൽ ഒരു പങ്കുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന സുഹൃതം എന്ന സിനിമയുടെ ഉദാഹരണം വളരെ നല്ലതാണ്. അതിലെ നായകൻ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ക്യാൻസർ വന്ന് മരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി രക്ഷപ്പെടുന്നു. അപ്പോൾ ചുറ്റുമുള്ളവർക്കൊരു കൺഫ്യൂഷനാവുകയാണ്. ഇത് തെളിയിക്കുന്നത് എന്താണ്? രോഗമെന്നത് ഒരു വ്യക്തിയുടെ മാത്രം സ്വകാര്യ കാര്യമല്ല, അതൊരു സാമൂഹിക സംഭവം കൂടിയാണ്. ചിലപ്പോൾ ഒരാൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലും സമൂഹത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചേക്കാം. ഇതാണ് സിക്ക് റോളിന്റെ 4 ഘടകങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായി പഠിക്കണം. ഇതിനെ നമുക്ക് 2ആയി തിരിക്കാം. 2 രോഗിക്ക് കിട്ടുന്ന അവകാശങ്ങളാണ്, 2 രോഗിയുടെ കടമകളാണ്. എന്തൊക്കെയാണ് അവകാശങ്ങൾ? 1 സാധാരണ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, അതായത് ജോലി, പഠനം എന്നിവയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാം. 2 അസുഖം വന്നതിൻ്റെ പേരിൽ ആരും അയാളെ കുറ്റപ്പെടുത്തില്ല. ഇനി എന്തൊക്കെയാണ് കടമകൾ? 1 അസുഖം മാറണമെന്ന് ആഗ്രഹിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. 2 വെറുതെ വീട്ടിലിരുന്നാൽ പോരാ, ഒരു ഡോക്ടറുടെ സഹായം തേടണം. ഇതൊരുതരം സോഷ്യൽ കോൺട്രാക്റ്റ് പോലെയാണ്. ഇതുവരെ നമ്മൾ പാഴ്സൺസിന്റെ സിദ്ധാന്തം എന്താണെന്ന് വിശദീകരിച്ചു. പക്ഷേ ഒരു നല്ല ഉത്തരത്തിന് അതിന്റെ പോസിറ്റീവ്സ് മാത്രം പറഞ്ഞാൽ പോരാ, വിമർശനങ്ങളും എഴുതണം. ഈ തിയറിക്ക് പ്രായോഗികമായി നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ തിയറിയുടെ പ്രധാന പ്രശ്നങ്ങൾ? 1 ഇത് ഡോക്ടർക്കൊരു ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം നൽകുന്നുണ്ട്. 2 പ്രമേഹം, ക്യാൻസർ പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ കാര്യത്തിൽ ഈ സിദ്ധാന്തം ശരിയാവുന്നില്ല. കാരണം ആ രോഗിക്ക് പെട്ടെന്ന് സുഖമായി ജോലിക്ക് തിരികെ വരാൻ പറ്റില്ലല്ലോ. 3 എയ്ഡ്സ്, മദ്യപാനം പോലുള്ള ചില രോഗങ്ങൾ വന്നാൽ സമൂഹം അവരെ കുറ്റപ്പെടുത്തും. അപ്പോൾ അവർക്ക് സിക്ക് റോളിന്റെ അവകാശങ്ങൾ കിട്ടാറില്ല. അതുപോലെ ഗർഭധാരണം പോലുള്ള അവസ്ഥകളെ ഒരു രോഗമായി കാണാൻ പറ്റില്ല. അതിനെ വിശദീകരിക്കാനും ഈ സിദ്ധാന്തത്തിന് പരിമിതികളുണ്ട്. ഈ വിട്ടുമാറാത്ത രോഗികളുടെ അവസ്ഥയെക്കുറിച്ച് പഠിച്ച ലിറ്റിൽ എന്നൊരു സോഷ്യോളജിസ്റ്റ് ഉപയോഗിച്ചൊരു വാക്കാണ് ലിമിനാലിറ്റി. ഇത് ഒരു ഇടയിൽപ്പറ്റ അവസ്ഥയാണ്. അതായത് അവർക്ക് പൂർണ്ണമായി ആരോഗ്യവുമില്ല, എന്നാൽ അവർ മരിച്ചിട്ടുമില്ല. സമൂഹത്തിൽ നിന്ന് ഒരു പരിധിവരെ ഒറ്റപ്പെട്ട, എന്നാൽ പൂർണ്ണമായി വിട്ടുപോയിട്ടില്ലാത്ത ഒരു ത്രിശങ്കു സ്വർഗം പോലെ. ക്യാൻസർ രോഗികൾ പലപ്പോഴും ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഓക്കെ, നമ്മൾ ഈ യൂണിറ്റിലെ ഏകദേശം എല്ലാ പ്രധാന ഭാഗങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ വെച്ച് പരീക്ഷയ്ക്ക് എങ്ങനെ ഒരു നല്ല ഉത്തരം എഴുതാമെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരാൻ നല്ല സാധ്യതയുണ്ട്. ടാൽകോട്ട് പാർസൺസിന്റെ സിക്ക് റോൾ എന്ന ആശയം വിമർശനാത്മകമായി പരിശോധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു പൂർണ്ണമായ ഉത്തരം ഒരു സ്ട്രക്ചറോടെ എഴുതേണ്ടതെന്ന് അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നിങ്ങളുടെ ഉത്തരത്തിന്റെ ഒരു ഫോർമുല. ആദ്യം സിക്ക് റോൾ എന്താണെന്ന് നിർവചിച്ച് അതിന്റെ 4 ഘടകങ്ങളും എഴുതുക. 2 നമ്മൾ ചർച്ച ചെയ്ത വിമർശനങ്ങൾ, അതായത് വിട്ടുമാറാത്ത രോഗങ്ങളുടെയും സ്റ്റിഗ്മയുള്ള രോഗങ്ങളുടെയും കാര്യം വിശദീകരിക്കുക. 3 നിങ്ങളുടെ ഉത്തരം വെറുതെ തിയറി മാത്രം ആവാതിരിക്കാൻ ക്യാൻസർ, പ്രമേഹം അല്ലെങ്കിൽ സുഹൃതം സിനിമ പോലുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിക്കുക. അവസാനം, ഈ സിദ്ധാന്തം ഒരുപാട് വർഷം മുൻപുള്ളതാണെങ്കിലും രോഗത്തിന്റെ സാമൂഹികമായ വശം മനസ്സിലാക്കാൻ ഇന്നും ഒരു പരിധിവരെ ഇത് നമ്മളെ സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കാം. അപ്പോൾ ഈ യൂണിറ്റ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി തരുന്നു. ഇന്നത്തെ കാലത്ത് പ്രമേഹം പോലുള്ള രോഗങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഇത്രയധികം കൂടുമ്പോൾ 50കളിൽ രൂപം കൊണ്ട പാർസൺസിന്റെ ഈ സിദ്ധാന്തത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇതൊരു ചരിത്രപരമായ ആശയം മാത്രമായി ഒതുങ്ങിപ്പോയോ? അതോ ഇന്നും നമുക്കിത് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.